ഇത് അടുത്ത കുട ഉയരുന്നു. പാറമേക്കാവിന്റെ വ്യത്യസ്ത നിറങ്ങളുള്ളൊരു പ്രത്യേക കുടയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിറങ്ങൾ എന്താണെന്ന് പറയൂ പ്രജിൻ. നീലയുണ്ട്, നീലയും വയലറ്റും ഒക്കെ ഒരുമിച്ചുള്ള കുട. അതാണ് പാറമേക്കാവിന്റെ മറുപടി. കുട ഉയർത്തുന്നു തിരുവമ്പാടി. സ്വർണ്ണക്കുട ഉയർത്തിയിരിക്കുന്നു തിരുവമ്പാടി. പ്രജിൻ കാണുന്നുണ്ടല്ലോ അല്ലെ? സ്വർണ്ണക്കുട, അതിനകത്ത് ചുവന്ന പട്ടുപോലെയുള്ള ചുവപ്പല്ല കാണാം. അല്ല, ചുവപ്പല്ല, അത് എനിക്ക് തോന്നുന്നത് അതൊരു വയലറ്റ് കളറാണ് അല്ലെ? മറുഭാഗത്ത് പാറമേക്കാവിന്റെ മറുപടി ഇതാ. വെഞ്ചാമരം വീശിയിരിക്കുന്നു. അടുത്ത നിമിഷം അടുത്ത കുട ഉയരും. അത് ഏത് നിറത്തിലുള്ളതാണ്? ഇത് ലൈവായി അപ്രതീക്ഷിതമായി മറുഭാഗത്ത് എന്ത് കുടയാണോ ഉയരുന്നത് അതിനെ കവച്ചു വെക്കുന്ന കുട മറുഭാഗം കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ലൈവായി നടക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ നിശ്ചയിച്ചതിൽ നിന്നും വേണമെങ്കിൽ തീരുമാനം മാറ്റി സംഘാടകർക്ക് പുതിയ കുട ഇറക്കാം. അങ്ങനെയൊക്കെയുള്ള കൃത്യമായ ചില പ്ലാനിങ്ങുകളൊക്കെയാണ് ഇരു വിഭാഗങ്ങൾക്ക് പിന്നിലുള്ളത് എന്നതാണ് ഇതിന്റെ ആരോഗ്യകരമായ ഒരു മത്സരം എന്ന് പറയുന്നത്. അടുത്ത കുട സർപ്രൈസ് ഒക്കെ 15 കുടയ്ക്കുള്ളിൽ ഉയരണം പ്രജിൻ. 15 സെറ്റ് കുടകൾ മാത്രമേ ഉയർത്താൻ ഇത്തവണ അനുവാദമുള്ളൂ. അതിനിടയിൽ കാണണം ഈ സർപ്രൈസുകൾ, പാറമേക്കാവിന്റെ സർപ്രൈസുകൾ അതിനുള്ളിൽ കാണണം. പാറമേക്കാവിന്റെ അടുത്ത കുട ഉയർന്നിരിക്കുന്നു. ഇതിന് മറുപടി എന്താണ് തിരുവമ്പാടി കരുതി വച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. 15 ഗജവീരന്മാരുടെ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്ന ഓരോ കുടകളും ഓരോ ആവേശമായി പൂരപ്രേമികളുടെ മനസ്സിലേക്ക് പതിയുകയാണ് എന്നുള്ളത്. പാറമേക്കാവിന്റെ അടുത്ത കുട ഉയർന്നിരിക്കുന്നു. ഇതാ തിരുവമ്പാടി ഉയർത്തുന്നു. നീല വർണ്ണക്കുട ഉയർത്തിയിരിക്കുന്നു തിരുവമ്പാടി. നീല വർണ്ണക്കുടയാണ് ഇപ്പോൾ നമ്മൾ ഉയർന്നു. ആകാശത്തിന്റെ നിറങ്ങൾ പ്രതിഫലിക്കുന്ന നീല വർണ്ണക്കുടയിൽ വെള്ളിത്തൂവലുകൾ അല്ല വെള്ളി തുകിലുകൾ പോലെ കാണാം. പ്രജിൻ കണ്ടോ തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്ന നീലക്കുടകൾ. മറുഭാഗത്തുണ്ട്. നമ്മൾ നേരത്തെ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. പാറമേക്കാവാണ് ആദ്യം കുട ഉയർത്തിയത്. അവിടെ തിരുവമ്പാടിയുടെ മറുപടിക്ക് നമ്മൾ കാത്തു നിൽക്കുകയാണ്. ഇപ്പോൾ അടുത്ത സർപ്രൈസ് കുട പാറമേക്കാവിന്റെ ഭാഗത്ത് നമ്മൾ കാണും. വെഞ്ചാമരം വീശി കഴിഞ്ഞാൽ അടുത്ത കുട ഉയർത്താനുള്ള സമയമാണ്. അത് ആസ്വദിക്കുന്നു അവിടുത്തെ പൂരപ്രേമികൾ എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അവരുടെ കണ്ണുകൾ ഇങ്ങനെ ഓരോ ഭാഗത്തേക്കും മാറി മാറി വരികയാണ്. എന്താണ്, എവിടെയാണ് നല്ല കുടകൾ വരുന്നത്, എന്താണ് സർപ്രൈസ് എന്ന് അവർ അന്വേഷിക്കുകയാണ്. അതാണ് ഈ പൂരത്തിന്റെ കുടമാറ്റ ചടങ്ങിന്റെ ഒരു പ്രത്യേകത. മറുഭാഗത്ത് ഉയർന്ന കുട കുറച്ചുകൂടി അടുത്ത് നമുക്ക് കാണാം. നീല നിറത്തിലുള്ള കുടകൾ, അതിൽ കൃത്യമായി വെള്ളി നൂലുകളിൽ കൃത്യമായി തുന്നിച്ചേർത്ത ചില ഡിസൈനുകളുണ്ട്. അതാണ് പ്രത്യേകത. ഇതാ വെഞ്ചാമരം ഉയർത്തിക്കഴിഞ്ഞു. അടുത്ത കുട പാറമേക്കാവ് ഉയർത്താൻ പോവുകയാണ്. ഒരു ഭാഗത്ത് ഇതിന് മുകളിൽ വെക്കാൻ വേറെ എന്തുണ്ട് എന്ന ചോദ്യമാണ് ഓരോ കുട വരുമ്പോഴും ഓരോ വിഭാഗം ചോദിക്കുന്നത്. മനോഹരമായ മറ്റൊരു കുട ഉയർത്തിയിരിക്കുന്നു പാറമേക്കാവ്. ഉയർത്തുന്ന കുടകളാണ് നമ്മൾ കാണുന്നത്. ഇളം റോസ് നിറത്തിലുള്ള കുടകൾ ഇതാ ഉയർന്നിരിക്കുന്നു തിരുവമ്പാടിയിൽ. ഇപ്പോഴിതാ വീണ്ടും ഈ വർണ്ണവിസ്മയം തീർക്കുന്ന കുടകൾ ഉയർത്തുകയാണ് തിരുവമ്പാടി. പൂരപ്രേമികളിൽ ആവേശം നിറയ്ക്കുന്നു. വീണ്ടും തിരുവമ്പാടി പാറമേക്കാവിനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെള്ളിക്കുടയാണെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളിക്കുട, വെള്ളി നിറത്തിലുള്ള കുടയാണ് ഒരു ഭാഗത്തല്ല. പാറമേക്കാവിന്റെ പുതിയ കുട ഉയർന്നിരിക്കുന്നു. അവിടെ വ്യത്യസ്ത ഡിസൈൻ ഉണ്ട്. അതിൽ കൃത്യമായ ഡിസൈൻ ഉണ്ട്. വ്യത്യസ്ത നിറങ്ങളിലുള്ള ഡിസൈനാണ്. അതിൽ ഒരു മുഖം, അതിന് മധ്യത്തിലുള്ള ആ കോലം എഴുന്നള്ളിച്ചിട്ടുള്ള ആ ഗജവീരന്റെ മുകളിലേക്ക് ഉയർന്ന കുടയ്ക്കകത്ത് ഒരു മുഖം കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വ്യത്യസ്ത വെറൈറ്റിയിലേക്ക് നമ്മൾ പാറമേക്കാവ് വന്നു എന്നതിന്റെ തെളിവാണ്. നമുക്ക് നോക്കാം തിരുവമ്പാടി ഉയർത്തുന്ന അടുത്ത സർപ്രൈസ് കുടകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രജിൻ, ഈ ഒരു ദൃശ്യം നോക്കുക ഗോപി. ഇതാണ് നമ്മൾ തൃശ്ശൂർ പൂരത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു പക്ഷേ പുറം രാജ്യങ്ങളിലൊക്കെയുള്ള ആളുകളുടെ മുന്നിലേക്ക് പലപ്പോഴും കൊടുക്കുന്ന ചിത്രങ്ങളിൽ ഒന്ന് ഇതാണ്. ഒന്ന് ഈ പറയുന്നത് പോലെ ഇത്രമാത്രം ജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു ആഘോഷം, അതോടൊപ്പം ഈ കുടമാറ്റ ചടങ്ങുകൾ ഇങ്ങനെ മാറി മാറി വരുന്നതിന്റെ സുഖം, ഇതൊക്കെയാണ് തൃശ്ശൂർ പൂരത്തിനെ വിശ്വപ്രസിദ്ധമാക്കി മാറ്റുന്നത്. നീലക്കുട ഉയർത്തിയിരിക്കുന്നു പാറമേക്കാവ് വിഭാഗം. നീലക്കുട, അതിൽ കൃത്യമായി വെള്ളി നൂലുകൾ കൊണ്ട് കൃത്യമായ ഡിസൈനുകൾ തുന്നിച്ചേർത്തിരിക്കുന്ന നീലക്കുടകളുമായി പാറമേക്കാവ് കളം പിടിക്കുന്നു. ഇതാ ഒരല്പം പോലും വൈകാതെ പാറമേക്കാവ് ഉയർത്തിയ കുടകൾക്ക് മറുപടി നൽകിക്കൊണ്ട് തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്നു. വ്യത്യസ്തമായ ഡിസൈനുകളുള്ള കുട, അതിനകത്ത് വെള്ളയിൽ പച്ച നിറങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മയിൽപീലികൾ നിറഞ്ഞു നിൽക്കുന്ന കുടയാണ് തിരുവമ്പാടി ഉയർത്തിയിരിക്കുന്നത്. നേരത്തെ പീലിക്കുട ഉയർത്തിയിരിക്കുന്നു പ്രജിൻ. തിരുവമ്പാടി ഉയർത്തിയ പീലിക്കുട നമുക്ക് കാണാം. ആലവട്ടവും വെഞ്ചാമരവും വീശി ഇപ്പോഴിതാ
പാറമേക്കാവ് അടുത്ത കുട ഉയർത്താൻ പോകുന്നത്, അടുത്ത സെറ്റ് കുടകൾ ഉയർത്താൻ പോകുന്നത്. ഇപ്പോൾ ഉയർന്നു വരും. അതിൽ നമ്മൾ ഡിസൈനുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു കൃത്യമായ നിറം, അതിനൊപ്പം തന്നെ കൃത്യമായി പ്രിന്റ് ചെയ്തിരിക്കുന്ന ചില ഡിസൈനുകൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. അതാണ് പാറമേക്കാവിൻ്റെ അടുത്ത സർപ്രൈസിലേക്കുള്ള ഒരു ഘട്ടം. ഇപ്പോൾ വെഞ്ചാമരം ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നീട് കുടമാറ്റത്തിനുള്ള സമയമാണ്. അടുത്ത കുട നമ്മൾ ഉയർത്തുകയും ചെയ്യും. പുറമേക്കിൽ വളരെ സൂക്ഷിച്ച് നോക്കിയെങ്കിൽ കാണാം, പുറമേക്കിൽ ഈ പറയുന്ന ഗജവീരന്മാരുടെ മറുഭാഗത്ത് അടുത്ത സെറ്റുകൾ കൊണ്ടുവരുന്ന ഈ ദേശക്കാരുണ്ട്, സംഘാടകരുണ്ട് എന്ന് കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.